ശ്രീ ബി ഗോപാലകൃഷ്ണൻ. എന്നോടൊപ്പം ഇപ്പോൾ സാമ്പത്തിക ധനകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് ചേരുന്നു. മോഹൻ വർഗീസ്, ഇപ്പോൾ നമ്മൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടു. നേരത്തെ അങ്ങ് ഒരുപക്ഷെ നമ്മുടെ ധനമന്ത്രി നടത്തിയ വാർത്താസമ്മേളനവും കണ്ടു കാണും. സംസ്ഥാനത്തിൻ്റെ ഈ ധനസാഹചര്യത്തിന് കാരണം കേന്ദ്ര സർക്കാർ നയമാണെന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നത്. എന്ത് തോന്നുന്നു ശ്രീ മോഹൻ വർഗീസ്, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഇത് വിലയിരുത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നയം സംസ്ഥാനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ, അതോ ഇത്രമാത്രം നികുതി വർധനവ് നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണെന്നാണോ കരുതേണ്ടത്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടതുപോലെ ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാത്ത ഒന്നും തന്നെ കേരളത്തിന് കൂടുതലായി അനുവദിച്ചിട്ടില്ല, കുറവായും അനുവദിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ എത്തിച്ചേർന്നതും. അതിൽ സ്വല്പം വാസ്തവമുണ്ട് താനും. പക്ഷേ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അനുസരിച്ച്, സഭയുടെ മേശപ്പുറത്ത് ഇന്നലെ വെച്ച റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 0.82 0.82% കുറവാണ് കേന്ദ്രത്തിൻ്റെ അലോട്ട്മെൻറ്റായി സംസ്ഥാനത്തിൻ്റെ ഗ്രാൻറ്റായും മറ്റ് പദ്ധതി വിഹിതമായും ഉള്ള മൊത്തം അടങ്കലിലെ 0.82% കുറവാണ് വന്നിരിക്കുന്നത് എന്ന് സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടുകൂടി ശ്രീ ബാലഗോപാൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് ഈ സഹായം നമ്മൾ കാണേണ്ടത്, എങ്ങനെയാണ് കേന്ദ്രം കടമെടുപ്പിൻ്റെ പരിധി നിശ്ചയിക്കുന്നത്, കിഫ്ബിയിൽ നിന്നും എടുക്കുന്ന, കിഫ്ബിയിലൂടെ റൂട്ട് ചെയ്യുന്ന തുക ഒരുപക്ഷെ കുറവ് ചെയ്തതിനു ശേഷം ബാക്കി അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊരു നിലപാട് അത് എത്രത്തോളം ഫെഡറൽ കാഴ്ചപ്പാടുള്ളതാണ്, ഇതെല്ലാം പരിഗണനാ വിഷയമാകുന്ന ചോദ്യങ്ങളാണ്. കാരണം നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞ ഒരു ത്രിതല പദ്ധതിയുണ്ട്, ത്രിതല നയമാണ്. അതിൽ ഒന്നാമത്തെ നയമായി പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു കേന്ദ്രവിരുദ്ധ നയമാണ്. അതായത് ഫെഡറൽ റെസിസ്റ്റൻസ്, അതായത് മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോട് പൊതുവായും കേരളത്തോട് പ്രത്യേകമായും കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ചെറുത്ത് നിൽപ്പ് സംഘടിപ്പിക്കും എന്നതാണ് ഒന്നാമത് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നികുതി ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കടബാധ്യത കുറച്ചുകൊണ്ടുവരും എന്ന ഒരു നിലപാട്. പക്ഷേ ഇവിടെ ഓർക്കുക, നമ്മുടെ ഒരു അധിക വരുമാനം കണ്ടെത്താനായി അദ്ദേഹം ശ്രമിച്ച മാർഗമെന്ന് പറഞ്ഞാൽ 2900 കോടിയുടെ അധിക വിഭവ സമാഹരണമാണ് ബജറ്റ് ലക്ഷ്യമിട്ടത്. പക്ഷേ ആ വിഭവ സമാഹരണത്തിനായി അദ്ദേഹം ലക്ഷ്യം വെച്ചത് പൊതുവെ ടച്ചപ്പ് ഓൺ ചെയ്യുന്ന 2-3 മേഖലകളെ തന്നെയാണ്. അവിടെയാണ് 2900 കോടി അധികമായി കണ്ടെത്താനായി കെട്ടിട നികുതിയുടെയും ഭൂമിയുടെ ന്യായവിലയുടെയും വകുപ്പിൽ 1000 കോടി രൂപയാണ്. ഭൂമിയുടെ ന്യായവിലയുടെ 20% വർധനയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ പൂർണ്ണമായി തകർക്കുന്ന ക്രയവിക്രയങ്ങൾ പരമാവധി കുറഞ്ഞുകൊണ്ട് വന്ന് ഉദ്ദേശിക്കുന്ന ഫലം ഒരുപക്ഷെ രജിസ്ട്രേഷനുകൾ നടന്നെങ്കിൽ മാത്രമല്ലേ പണം കിട്ടൂ, അത് നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇന്ധന സെസ്സായി വലിയൊരു തുക തന്നെയാണ്, 750 കോടി രൂപയാണ് ഇന്ധന സെസ് ഇനത്തിൽ. 2 രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് വർദ്ധിപ്പിക്കുക വഴി സാധാരണക്കാരൻ്റെ വറ്റത്തടിക്കുന്ന ഒരു നിലപാടാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് കേന്ദ്രവിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ട് എന്താണ് കാര്യം? കേന്ദ്രം ചുമത്തുന്നതിനേക്കാൾ കൂടുതലാണ് നികുതി ഇപ്പോൾ സംസ്ഥാനം ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ഒരു വഴി കുറ്റം പറയുകയും മറുഭാഗത്തെ സംസ്ഥാനത്തിന് ന്യായമായ ഇളവുകളൊന്നും ചെയ്തില്ല എങ്കിലും സെസ് വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി സംസ്ഥാന സർക്കാർ കാണിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുമാത്രമല്ല, വിദേശ മദ്യത്തിന് അടിക്കടി വില കൂട്ടുന്നതാണ്. വിദേശ മദ്യത്തിൻ്റെ സെസ് കൂട്ടുക വഴി 400 രൂപ, 20 രൂപ, 1000 രൂപയ്ക്ക് താഴെയുള്ള മദ്യത്തിന് 20 രൂപയും 1000 രൂപയ്ക്ക് മേലെയുള്ള കുപ്പിക്ക് 40 രൂപയും കൂട്ടുക വഴി 400 കോടി രൂപയാണ് അധിക വരുമാനമായി. അത് കാരണം ഒരു ഹെൽത്ത് ഇൻവോൾവ് ഒരു കാര്യം കൂടിയാണ്. അത് പൊതുവെ ആരും വിമർശിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമല്ല. എങ്കിലും അടിക്കടി കൂട്ടുന്ന ആ ഒരു മദ്യ നയം ഇത് കൂടുതൽ ഡൽഹിയിലേക്കും, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ മദ്യത്തിൻ്റെ ഉപയോഗം ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തുകയും അത് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് ജനങ്ങൾ, ഈ മദ്യോപയോക്താക്കൾ നീങ്ങുകയും ചെയ്താൽ അത് വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത. അതുപോലെ മോട്ടോർ വാഹന നികുതി 340 കോടിയുടെ അധിക വിഭവ സമാഹരണമാണ്. അത് വന്നിരിക്കുന്നത് 2 വീലറുകൾക്കുൾപ്പെടെ 2% കൂടുകയാണ് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ. അതുപോലെ 5 ലക്ഷം വരെ ഉള്ള വെഹിക്കിൾസിന് 1%, അതിനുശേഷമുള്ളതിന് 2% അധിക
നികുതിയാണ്. ഇത് 5 മുതൽ 15% വരെ 5 മുതൽ 15 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 2% കൂടുതൽ നികുതി വരുമ്പോൾ അത് വലിയ ഒരു തുകയാണ്. 340 കോടി രൂപയാണ് ഖജനാവിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് വൈദ്യുതി തീരുവ വർദ്ധിപ്പിക്കുക വഴി 200 കോടി രൂപയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അധിക വിഭവ സമാഹരണം എന്ന തലക്കെട്ടിലാണ്. എന്നാൽ ഓർക്കുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെലവ് ചുരുക്കാനുള്ള നയം എടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഒരുപക്ഷെ അപ്രിയമായ കഠിനവും അപ്രിയവുമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും എന്ന് ധനമന്ത്രി ആമുഖമായി പറഞ്ഞു വെച്ചു. പക്ഷേ അങ്ങനെയുള്ള ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഞാൻ കുറച്ച് സമയം എനിക്ക് തരണം. ഞാൻ